ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് പഠിക്കുവാനും അതുപോലെ ഈ മേഖലയിലെ പുതിയ അപ്ഡേറ്റുകൾ അറിയുവാനും വേണ്ടിയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓർഗാനിക് മെത്തേഡിലാണ് നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളാണ്. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് റെഗുലർലി പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹാഷ്ടാഗുകൾ റെലവൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. സോ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡെയിലി പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഹാഷ്ടാഗുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഡെയിലി പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ടിപ്സ് ആൻഡ് അഡ്വൈസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് വെഹിക്കിൾസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകൾ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് റീൽസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കറൻ്റ്ലി ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത് റീലാണ്, അതായത് ഷോർട്ട് വീഡിയോസ് ആണ്. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് റീൽ വീഡിയോസ്, അത് നിങ്ങളുടെ പ്രൊഡക്റ്റുകളുടെ അഡ്വർടൈസ്മെൻറ്റുകളാണെങ്കിലും അതല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അഡ്വൈസ് അല്ലെങ്കിൽ ടിപ്സ് ഒക്കെ കൊടുക്കുന്നതാണെങ്കിലും പ്രോപ്പറായിട്ട് റീൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ട്രെൻഡിങ് ടൈമിൽ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓർഗാനിക്കലി പോസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓഫേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നതും കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ പോസ്റ്റ് റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഓർഗാനിക് ലെവലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മാർക്കറ്റ് പ്ലേസിൽ നിങ്ങളുടെ വെഹിക്കിൾസ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഏറ്റവും ബെസ്റ്റ് വേയിൽ ഓർഗാനിക് ലെവലിൽ റീച്ച് കിട്ടാൻ മാർക്കറ്റ് പ്ലേസിൽ കൂടി ലിസ്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. സോ ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മെസ്സേജിങ് ക്യാമ്പയിൻസും അതുപോലെ തന്നെ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസുമാണ്. പെയ്ഡ് അഡ്വർടൈസിങ്ങിൽ നിങ്ങൾ മെസ്സേജിങ് ക്യാമ്പയിൻ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതിൽ കെറോസൽ ക്യാമ്പയിൻസ് അല്ലെങ്കിൽ കെറോസൽ ക്രിയേറ്റീവ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് മീഡിയ എന്ന് പറയുന്നത് കെറോസൽ ആഡ്സ് ആണ്. സോ കെറോസൽ ആഡ്സിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുക. അതിൽ മൾട്ടിപ്പിൾ സ്ലൈഡ്സ് വരുന്ന സമയത്ത് ഒന്നിൽ ഓഫേഴ്സുകൾ കൊടുക്കുക, ഒന്നിൽ നിങ്ങൾക്ക് EMI ഓപ്ഷൻസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ലോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനി ലീഡ് ജനറേഷനിലേക്ക് വരുന്ന സമയത്തും കെറോസൽ വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ആണെങ്കിലും അതിന് പുറമെ നമുക്ക് വീഡിയോ ക്യാമ്പയിൻസ്, അത് 1:1 അല്ലെങ്കിൽ സ്ക്വയർ പിക്സൽ റെസല്യൂഷനിൽ വരുന്ന വീഡിയോസും അതുപോലെ തന്നെ റീൽസിൻ്റെ സൈസിൽ വരുന്ന വീഡിയോസും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ നമ്മൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനിൻ്റെ റിസൾട്ടാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. സോ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 30% 40% കൺവേർഷൻ റേറ്റുള്ള ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ്റെ സ്ക്രീൻഷോട്ടാണ്. അഡ്വർടൈസ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീലർഷിപ്പിൻ്റെ ഒരു 15 കിലോമീറ്റർ റേഡിയസിൽ ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് എത്തുകയും അതിന് ബെറ്റർ കൺവേർഷൻ റേറ്റുള്ള ലീഡ്സ് അല്ലെങ്കിൽ എൻക്വയറീസ് നിങ്ങൾക്ക് ജനറേറ്റ് ആവുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ ബൈക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഡീലർഷിപ്പാണ് നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് ഓപ്ഷനും, കാറാണ് നിങ്ങളുടെ ഡീലർഷിപ്പിൽ വരുന്നതെങ്കിൽ കുറച്ചുകൂടി ബിഹേവിയറും അതുപോലെ തന്നെ ഡെമോഗ്രാഫിക്സും ബേസ് ചെയ്തിട്ടുള്ള ടാർഗറ്റിംഗ് ഓപ്ഷനെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാറിൻ്റെ ഡീലർഷിപ്പിനും ബൈക്കിൻ്റെ ഡീലർഷിപ്പിനും ഡിഫറെൻറ്റ് ഓഡിയൻസ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും പ്രൈസ് തന്നെയാണ്. അതുപോലെ തന്നെ ബൈക്സ് കുറച്ചുകൂടി അത്യാവശ്യം യങ് ഏജ് കാറ്റഗറിയും അതുപോലെ തന്നെ ബഡ്ജറ്റ് നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ടാണ് അതിന് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തുള്ളൊരു ടാർഗറ്റും ചൂസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റിൽ ഏജ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് 18 മുതൽ ഒരു 35 വരെ കൊടുക്കുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഏജ് ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് ഹനീഷ് കെ സൈനിങ് ഓഫ്.